ഞാൻ അധികം സംസാരിക്കില്ല. ആദ്യം തന്നെ കേരളയ്ക്ക് വരുന്ന എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം ശ്രീ ആനന്ദ് നാഗനാഥൻ, അതുപോലെ തന്നെ മിസ്റ്റർ ഷിജു സ്റ്റാൻലി, നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ഭാവുകങ്ങളും, ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട് ആരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ളത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 78 പേരുണ്ട്. ഈ 78 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ മരിക്കുന്നത് വരെ എന്നോടൊപ്പം എന്നെ സ്നേഹിച്ചുണ്ടാവും എന്നുറപ്പുള്ളവരാണ് 78 സുഹൃത്തുക്കൾ. പക്ഷെ ഞാൻ അവരെ അത്രമാത്രം കെയർ ചെയ്യുന്നൊന്നുമില്ല, അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ മൊത്തം കൺഫ്യൂഷനായില്ലേ? ഇല്ലേ? ഈ 78 സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ ഓർഗൻസാണ്, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെയാണ് 78 സുഹൃത്തുക്കൾ എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ രൂപം കൊള്ളുന്ന സമയത്ത് ആദ്യം ഫോം ചെയ്യുന്ന എൻ്റെ ഹൃദയം മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ആദ്യം ഞാൻ മേന്ന് വിളിച്ച് കരയുന്ന സമയത്ത് വാൽവ് ഓപ്പൺ ചെയ്ത് ശ്വസിക്കാൻ തുടങ്ങുന്ന എൻ്റെ ശ്വാസകോശം മുതൽ എൻ്റെ പാൻക്രിയാസും ലിവറും തുടങ്ങി കിഡ്നിയും തുടങ്ങി ശരീരത്തിലെ 78 ഓർഗൻസാണ് നമുക്കുള്ളത്. ഈ 78 ഓർഗൻസ് നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ അവസാന ശ്വാസം വലിക്കുന്നത് വരെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വേറെ എവിടെയില്ല. പക്ഷെ നമ്മൾ എത്രമാത്രം ആ അവയവങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നാണ് വാസ്തവം. നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്? ഇല്ല. നമ്മുടെ ഉള്ളിലേക്ക് എത്രമാത്രം നമ്മൾ നോക്കുന്നുണ്ട്? ഇല്ല. അവിടെയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ, വീണു പോയി കഴിഞ്ഞാൽ എല്ലാം തീരും. തിരുക്കുറളിൽ പറയുന്നില്ലേ, കാലം എല്ലാം തിരിച്ചു ചോദിക്കും. നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം കാലം തിരികെ വാങ്ങും എന്ന് തിരുക്കുറളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ വേണ്ടത്ര നമ്മൾ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്തും വീണ് പോകും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണ്, എല്ലാ ജാനുവരി മാസത്തിലും ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ബോഡി ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് ചെക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഐ എം ഓക്കെ, ഫിക്സ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കർത്തവ്യം ഇതാണ്. ഞാൻ ഈ കെയർ എന്ന വാക്കിന് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ടും നമ്മുടെ അംബീഷനായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും നമ്മുടെ എനർജി ആയിട്ടും ഞാൻ ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് C ഫോർ കോൺഫിഡൻസ്, A ഫോർ നമ്മുടെ അംബീഷൻസ്, R എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട് നിർവഹിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി, ഞാൻ വളരെ എനർജറ്റിക് ആണെന്ന് പറയുന്ന E എന്ന് പറയുന്ന എനർജറ്റിക്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോൺഫിഡൻസും അവിടെ താഴും, അല്ലേ? നമ്മുടെ എല്ലാ അംബീഷൻസും, എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു വീഴും. നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഒന്നുമില്ലാതെയായി പോകും. നമ്മുടെ എല്ലാ എനർജിയും പൊലിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദി ഫസ്റ്റ് വൺ നമ്മുടെ ഹെൽത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭം, ഈ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഒരു പുതിയ സംരംഭം ഇതായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും, ഒരു മലയാളി എന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട്. നന്നായി പറയുന്നതാണ് ആ സംസ്കാരം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധാരണ ഒരിക്കലും അധികം തെറ്റൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന കാര്യം, അല്ലേ? ഞാൻ ഈയിടെ ഗ്രേസിയുടെ ഒരു നോവൽ വായിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് അത്രമാത്രം പ്രണയത്തിലാവുകയാണ്, അത്രമാത്രം ഇഷ്ടത്തിലാവുകയാണ്. അതിനുശേഷം ആ കുട്ടി ചോദിച്ചു, വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറുപടി കൊടുത്തു, നോബഡി അപ്ലോഡഡ്. ഇതുവരെ ആരും സ്നേഹം എന്താണ് എന്ന് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ AI-യുമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഒരു കുട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊരു ചോദ്യം ചോദിച്ചു, വെർ ഈസ് മൈ ഫാദർ എന്ന് ചോദിച്ചു. അപ്പോൾ AI റിപ്ലൈ കൊടുത്തു, യുവർ ഫാദർ ഈസ് ഇൻ ദി ബീച്ച് എന്ന് റിപ്ലൈ കൊടുത്തു.
അപ്പോൾ ഉടനെ തന്നെ കുട്ടി പറഞ്ഞു, യു ആർ എ ഫൂൾ, മൈ ഫാദർ ഈസ് നോ മോർ, ഈ പാസ്ഡ് away 3 years ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ AI റിപ്ലൈ കൊടുത്തു, മൈ ഡിയർ ബോയ്, ദാറ്റ് വാസ് യുവർ മദേഴ്സ് ഹസ്ബൻഡ്, യുവർ ഫാദർ ഈസ് സ്റ്റിൽ ഇൻ ദി ബീച്ച് എന്ന് റിപ്ലൈ കൊടുത്തു. ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് AI തെറ്റ് പറയില്ല ഞാൻ പറയുന്നത്. അപ്പോൾ തെറ്റ് പറയാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തെറ്റ് സംഭവിക്കാവുന്ന നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയും കോർത്ത് കെട്ടിക്കൊണ്ട് കെയർ ആൻഡ് ക്യൂർ എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു എന്നറിയുന്നതിൽ സന്തോഷം. നന്നായിരിക്കട്ടെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും വലിയൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാനിവിടെ വരുന്ന സമയം വരെ എനിക്കിത് എന്താണ് എന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ഇതും ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കൂട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ 78 സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ അതിന്റെ പുറത്തുള്ള ഒരു സുഹൃത്താണ് ഈ ഹരിയേട്ടൻ എന്ന് പറയുന്നത്. ഹരിയേട്ടൻ വിളിച്ചു, ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സോമേട്ടനെ ഇവിടെ കാണാൻ സാധിച്ചില്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം. ഞാൻ ഹരിയേട്ടൻ ചോദിച്ച ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. എന്നാലും മാജിക് പ്ലാനറ്റ് അല്ല, ഡിഫറൻറ്റ് ആർട്ട് സെന്ററിൽ വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടെ ഒരു 200 മക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനും അവരുടെ അപാരമായ സാധ്യതകളെ കുറിച്ച് അറിയാനും വരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 സാരഥികളെ കൂടി അങ്ങോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹം. തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. വളരെ പത്രമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ഡോക്ടർ. Thank you, sir, for your പിടിക്കാമോ? എത്ര ചെയർ വേണം? ഒരു ചെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശിവകുമാർജി പ്ലീസ്. ശിവകുമാറിന്റെ ഒരു പരിപാടി നടക്കുമെന്നാണ് പറയുന്നത്. ശിവകുമാറിലേക്കും മുമ്പോട്ട് വരൂ പ്ലീസ്. ഹൈറ്റ് കുറഞ്ഞത് മുമ്പോട്ട് വരൂ. ഹൈറ്റ് കുറഞ്ഞു നമ്മൾ പറയുന്നുള്ളൂ. സാരമില്ല, വരൂ മാഡം പ്ലീസ്. അല്ല, നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ സ്വന്തം വരൂ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു സീറ്റ് കൂടെ ഉണ്ട് മാഡം. ഓക്കെ റെഡി. ബാക്കി വന്ന് മുമ്പിലോട്ട് വരാമോ? 1, 2, 3 പറയുക. ഏത് ക്യാമറ നോക്കേണ്ടതെന്ന് അവരെ എന്ന് പറയാം പ്ലീസ്. ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന മെയിൻ ക്യാമറ. അയില പോലെ അടുത്ത ക്യാമറ. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ, 3